ഇന്ന് ഞാൻ പഠിച്ചത് മാത്സാണ്. ഇന്ന് ഞാൻ മെയിനായിട്ടും PYQ ആയിരുന്നു നോക്കിയത്. ഞാൻ ChatGPTൻ്റെ ഹെൽപ്പോടെയാണ് ഇന്ന് മാത്സ് എല്ലാം നോക്കിയത്. ഞാൻ യൂഷ്വലി ChatGPTയും അല്ലെങ്കിൽ യൂട്യൂബുമാണ് യൂസ് ചെയ്യാറ്. ChatGPT യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പം ആ ക്വസ്റ്റ്യന് കറക്റ്റ് പ്രോപ്പർ എക്സ്പ്ലനേഷനായിട്ട് ഒരു ആൻസർ നമുക്ക് തരും. അപ്പം ഇൻ സം കേസസിൽ നമുക്ക് ആ ആൻസേഴ്സ് ഈവൻ നമുക്ക് ആ എക്സ്പ്ലനേഷൻ മനസ്സിലായെങ്കിലും എക്സാമിന് നമുക്കത് വളരെ ലെങ്തി ആയിട്ട് തോന്നും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഷോർട്ട് കട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫോർമുലാസ് കിട്ടാറുണ്ട്. അപ്പം നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം എത്ര കുറഞ്ഞ ടൈമിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ടൊരു 1 മന്തിന് ശേഷമാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ബിക്കോസ് ഓഫ് സം പേഴ്സണൽ റീസൺസ് എനിക്കൊരു 1 മന്തായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കായിപ്പോയി. പിന്നെ ഇറ്റ്സ് ഓൾവേസ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. എന്നോട് ഇതിന് മുന്നും ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ബ്രേക്കിന് ശേഷമൊക്കെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഞാനൊരു ബ്രേക്കിന് ശേഷമായിരുന്നു ഇപ്പോൾ ഈ PSC പഠനം റീസ്റ്റാർട്ട് ചെയ്തത്, ഒരു 2 ഇയേഴ്സ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ ദോ നമുക്ക് ടച്ചൊക്കെ പോയെങ്കിലും നമുക്ക് ഈ എക്സാമിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ. അപ്പം ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മളൊരു PYQC എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ടൈമും കൂടെ നോക്കിയിട്ട്, ഇപ്പോൾ ടൈം കുറവാണ്, ഇനി വരുന്നൊരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം PYQs. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഏത് ഷിഫ്റ്റിൽ എഴുതുന്നവരാണെങ്കിലും, ഫസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉള്ളവർക്ക് ഓൾറെഡി ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ടൈം പരമാവധി PYQs ഒക്കെ കവർ ചെയ്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.